ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ വീണ്ടും ടെറസിലെത്തിയിരിക്കുകയാണ്. ടെറസിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് വാരി വലിച്ചിട്ടിരിക്കുക. ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ ഇനി അധികം ദിവസം ഉണ്ടാവില്ല കേട്ടോ, നഷ്ടപ്പെടാൻ പോവാണ്. കാര്യം അത് അപ്പുറത്തെ വീടിനോട് ചേർത്ത് നിൽക്കുന്ന മരമാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മുറിക്കേണ്ടി വരും. എനിക്ക് വലിയ സങ്കടം. പക്ഷേ എന്ത് ചെയ്യാൻ, അതിന് മുമ്പ് നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ പറ്റുന്നിടത്തോളം ആസ്വദിക്കാം അല്ലേ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല രസമല്ലേ. മഴക്കോളൊക്കെ ഉണ്ട്. മഴ വന്നാൽ തീർന്നു കേട്ടോ. ഞാൻ അന്ന് മഴ വന്ന് വേറെ ഓടിയില്ല അകത്തേക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഫുൾ എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ ജേർണി ഓഫ് മൈ ലൈഫിൻ്റെ 3rd പാർട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൂടി ഞാൻ ഇങ്ങനെ മേഘമൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടുന്നു. കാഴ്ചകളൊന്നും നോക്കട്ടെ എന്താണ് അവസ്ഥയെന്ന്. ഇവിടെ നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ രസമായിട്ട് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്താ അറിയാം, ക്ഷേത്ര ഗോപുരം നമുക്ക് എത്രത്തോളം കാണാം. യെല്ലോ കളർ കണ്ടല്ലോ, അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരം. രസമാണ്, ഒരു ഐശ്വര്യമല്ലേ അതിങ്ങനെ കാണുന്നത് എപ്പോഴും. തേർഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്, ജേർണി ഓഫ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ജീവിതയാത്രയുടെ പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അതിലും പ്രധാനമായ ഘട്ടങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഇതെൻ്റെ ഒരു എന്താ പറയുക, ആഫ്റ്റർ മാരേജ്, പിന്നെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മധുവിധുകാലം എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യത്തെ ഒരു പുതുമ ഉള്ള ഒരു സമയമുണ്ടല്ലോ. നമ്മളിങ്ങനെ ന്യൂലി മാരീഡായിട്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടല്ലേ എല്ലാവരും പോകുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും പോയത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ 2-3 കാര്യങ്ങൾ. ഞാൻ ലോ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. ഞാനപ്പോൾ 4th ഇയറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം, ആ വെക്കേഷൻ ടൈമിലാണ് ഈ വിവാഹം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു വർഷം കൂടി പഠിക്കാനുണ്ട്, ഫൈനൽ ഇയർ, ദാറ്റ് ഇസ് 5th ഇയർ. അത് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ പരീക്ഷയുണ്ട്, ക്ലാസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ MA പരീക്ഷ, ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. SV യൂണിവേഴ്സിറ്റിയുടെ അതായത് തിരുപ്പതി വരെ പോയി 2nd ഇയറിൻ്റെ പരീക്ഷ എഴുതണം. അതും ആഫ്റ്റർ മാരേജ് നടക്കുള്ളൂ. അതിൻ്റെ സമയം ഏകദേശം ഓഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ എക്സാം വരുന്നത് സാധാരണ. അപ്പോൾ അങ്ങനെ ഒരു ടൈമിങ്. അപ്പം ഭയങ്കര ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നു. അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ 2 പേരും യങ്സ്റ്റേഴ്സാണ്. എനിക്കന്ന് 22 ഇയേഴ്സ്, ഹസ്ബൻഡിന് അന്ന്, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമില്ല, ബോബി ചേട്ടൻ തന്നെ വിളിക്കാം. ഓക്കെ, ബോബി ചേട്ടൻ അന്ന് 26 വയസ്സ്. ഓക്കെ, ജസ്റ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കരിയറിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലേഖയുടെയും കല്യാണം. അപ്പോൾ ലേഖയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് രാവിലെ അവിടെ നിന്ന് പോയി കല്യാണം കൂടിയിട്ട് വരും. ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ലേഖയുടെ വെഡ്ഡിങ് ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെയാണ് പോയത്. പിറ്റേ ദിവസം, ദാറ്റ് ഇസ് May 7 ഞങ്ങളുടെ കല്യാണം, May 8 ലേഖയുടെ കല്യാണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സാധാരണയായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, കല്യാണം കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹണിമൂൺ പീരീഡാണ്. അപ്പോൾ ഹണിമൂൺ പീരീഡിനെ കുറിച്ച് തന്നെയാണ് എൻ്റെയും സ്വപ്നങ്ങളെല്ലാം. എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണം, ഒരുപാട് എക്സോട്ടിക് ലൊക്കേഷൻസിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 2 പേരും എന്താ പറയുക, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങാണ്, ഞങ്ങൾ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെച്യൂരിറ്റി ഒന്നും വലുതായിട്ടല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം പോയിച്ചേട്ടന് നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയിരുന്നു എന്ന് തന്നെ പറയാം. 22 ഇയേഴ്സ് ആയിരുന്നെങ്കിലും അത്രയ്ക്കൊന്നും വലിയ സംഭവമല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഹണിമൂൺ പ്ലാനൊന്നും സത്യം പറഞ്ഞാൽ നടന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് കല്യാണം എന്ന് പറഞ്ഞാൽ ലതയുടെ കല്യാണമാണ്. ലത എൻ്റെ സെയിം ബാച്ചിൽ ഹോളി ഏഞ്ചൽസിൽ പഠിച്ചാണ്. അത് ബോയ്ച്ചേട്ടൻ്റെ വല്യമ്മയുടെ മോളാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ലതയുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് ലതയുടെ കല്യാണം ഗുരുവായൂർ വെച്ച്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോക്കസ് അങ്ങോട്ടാണ്. ലതയുടെ വീട്ടിലേക്കാണ് എല്ലാ ദിവസവും പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോകും. അവിടെ പോയി കുറേ ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ കല്യാണ വീടല്ലേ, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂരിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ ഗുരുവായൂർ ട്രിപ്പ് ടു അറ്റൻഡ് ലതാസ് വെഡിങ്, അത് 2 ദിവസം മുന്നേ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോവുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാ റിലേറ്റീവ്സ് കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. അതാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാവരുമായിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങൾ മാത്രമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാറിലപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ വേറൊരു കാറിൽ പ്രേമ ചേച്ചിയും ഫാമിലിയും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി വൈസ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആലുവ പാലസിൽ ആ ഭാഗത്ത് ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ പോയി ഇങ്ങനെ പടിക്കെട്ടിലൊക്കെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞു. അതാണ് ആ ഫോട്ടോസൊക്കെയാണ് ഞങ്ങളുടെ ഹണിമൂൺ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ 1-2 ഉള്ളൂ കാണിച്ചു തരാനായിട്ട്. ആ സമയത്ത് അത്രയൊക്കെ ഉള്ളൂ. ഈ ഫോട്ടോസൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങളവിടെ വല്യച്ഛൻ അന്ന് ബോച്ചൻ്റെ മൂത്ത അമ്മാവൻ FACTയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്വാർട്ടേഴ്സിൽ പോയി. അപ്പോൾ അമ്മാവൻ്റെ ഹരിമാവൻ്റെ വൈഫ്, കുട്ടികൾ, പിന്നെ എല്ലായിടത്തും എല്ലാ ബന്ധുക്കളും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഗുരുവായൂരൊരു എല്ലാവരും താമസിക്കുന്ന ഹോട്ടൽസ് അവിടെ എല്ലാം നേരത്തെ N ബ്ലോക്ക് ബുക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവിടെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് അവിടുത്തെ ദിവസങ്ങൾ. തിരിച്ചു വരുന്ന വഴിക്ക് എറണാകുളത്ത് ഒരു അമ്മായി ഉണ്ടായിരുന്നു, ബോയിച്ചേട്ടൻ്റെ അനിയത്തി അമ്മായി. അവരുടെ വീട്ടിൽ പോയി 1 ദിവസം 2 ദിവസം മറ്റും അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എനിക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാനും റെസ്റ്റോറൻറ്റ്സിൽ പോകാനും ഒക്കെ വലിയ ഇഷ്ടമുള്ള ആയിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനും അങ്ങനെയൊക്കെയാണ്. പക്ഷേ നേരെ തിരിച്ചാണ്. പുള്ളിക്ക് പുറത്തുള്ള ഭക്ഷണത്തിനോട് യാതൊരു താല്പര്യമില്ല. ബോയിച്ചേട്ടൻ എല്ലാം ഹോം മെയ്ഡ് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ എറണാകുളത്ത് പോയപ്പോൾ ആ സമയത്ത് എറണാകുളത്ത് അന്നൊരു പന്തൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വലിയ ഫേമസ് ആയിരുന്നു. അവിടെ പോകുന്നു. പിന്നെ 1-2 സ്ഥലത്തൊക്കെ പോകുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ എറണാകുളം ഗുരുവായൂർ ട്രിപ്പാണ് ഞങ്ങളുടെ ഹണിമൂൺ സത്യം പറഞ്ഞാൽ. അല്ലാണ്ടൊരു വലിയൊരു ഹണിമൂൺ ട്രിപ്പൊന്നും ആ സമയത്ത് നടത്തിയില്ല. പിന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അറിയാമല്ലോ, നമ്മളുടെ എല്ലാം പഠിത്തം കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പ്രാക്ടീസിൻ്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. ഒരു വക്കീലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 വർഷം സത്യം പറഞ്ഞാൽ വലിയ സ്ട്രഗിൾ തന്നെയാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പൈസയൊന്നും കിട്ടുന്ന സമയമല്ല. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ പ്രാക്ടീസ് തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ KP രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒരു ബ്രദർ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടാണ്. ആ ഓഫീസിലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ എന്നും ഓഫീസിൽ പോകും വരും. അപ്പോൾ ഒരു ലിമിറ്റഡ് ഇൻകം മാത്രമേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്. ഈ കോളനിക്കകത്ത് തന്നെ ഇവിടെ ഒരു 10-70 വീടുള്ളൊരു കോളനിയാണ്. അവിടെ ഈ വളവ് തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയാണ്, 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് പോലെ 2 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു 2 നില വീടാണ് അവിടെ, പക്ഷേ മുകളിൽ 2 അപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഒരു പോർഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ വീട് ഒഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും കൂടി അത് ബുക്ക് ചെയ്തു. അത് നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് വെച്ചിരുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനെ ഒരുപാട് ദൂരേക്ക് ഞാൻ പോകുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമല്ലോ, തൊട്ടടുത്തായതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും വേണമെങ്കിലും വരാം. അച്ഛനെ ഞങ്ങളിവിടെ വന്ന് കാണും. പിന്നെ ബോയിച്ചൻ്റെ വീടും വളരെ അടുത്താണ്. അപ്പോൾ ആ ഭാഗത്തേക്കും, അതായത് വഞ്ചൂർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വളരെ ഹാർഡ്ലി കുറച്ച് ദൂരമേ ഉള്ളൂ. കഷ്ടിച്ച് 10 മിനിറ്റ് മതി അവിടെ വരെ പോകാം, 10-15 മിനിറ്റ് വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ. അതാണ് ഡിസ്റ്റൻസ് അമ്മയച്ഛന് താമസിക്കുന്ന വീട്. അപ്പോൾ എൻ്റെ ബോയിച്ചേട്ടന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലും താമസിക്കേണ്ട, പുള്ളിക്കാരൻ്റെ വീട്ടിലും താമസിക്കുക. അതായത് പെൺകുട്ടിയുടെ വീട്ടിലും വേണ്ട, ഭർത്താവിൻ്റെ വീട്ടിലും താമസിക്കേണ്ട, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുക. അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത്. പുള്ളിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കണം, സ്വന്തമായിട്ട് താമസിച്ച് ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ നേടിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. ലക്ഷ്മി എന്നാലേ നല്ല റെസ്പോൺസിബിൾ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ ആയിട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. അഭിപ്രായം പറയുന്നത് ആ ഒരു സ്റ്റേജിലും അല്ല ഞാൻ അങ്ങനെയൊന്നും പറയാറില്ലായിരുന്നു. അപ്പോൾ എന്താണോ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം, അത്രയേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കുറച്ച് കേപ്പബിൾ ആയിരുന്നല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ ബിസി ആയിരുന്നു, അമ്മ ജോലിക്കൊക്കെ പോകുന്ന ആളായതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടുകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കാര്യം എനിക്ക് അടുക്കള ജോലിയെല്ലാം അറിയാം, കുക്കിംഗ് അറിയാം, ക്ലീനിങ് അറിയാം. അപ്പോൾ ഞങ്ങൾക്കൊരു പാർട്ട് ടൈം സെർവൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ട് ടൈം ആയിട്ടൊരു മെയ്ഡ് വരും, ക്ലീനിങ്ങിനൊക്കെ വരും, പാത്രം കഴുകിത്തരും, അങ്ങനെയല്ല. ബാക്കി എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ ഒരു പക്ഷേ മെയ്ഡ് വന്നില്ലെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാം. പിന്നെ അമ്മയൊക്കെ ഇവിടെ അടുത്ത് തന്നെയല്ലേ താമസിച്ചത്, ഒരു 10 വീട് ഇപ്പുറമാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എത്തും. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യുന്നത് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ കാർ ഷെഡിലാണ്. മറ്റേ വീട്ടിൽ ഞങ്ങൾക്ക് കാർ ഷെഡിലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കാറ് പാർക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനിങ് ഒന്നുമില്ല. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞങ്ങൾ സിനിമയ്ക്ക് പോകും. പിന്നെ ആഴ്ചയിൽ 1-2 സിനിമ കാണും. പിന്നെ എനിക്ക് എല്ലാ ആഴ്ചയിലും ഐസ്ക്രീം മേടിച്ച് തരും. അതൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ലക്ഷറീസും സന്തോഷവും. അങ്ങനെ ഒരു നല്ലൊരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും, ഇപ്പോൾ എല്ലാ ശനിയും ഞായറും ബോയിച്ചേട്ടൻ്റെ വീട്ടിൽ പോകും. ആ സ്റ്റേ അവിടെയാണ്, സാറ്റർഡേ സൺഡേസ്. അതിൽ സൺഡേ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ബോയിച്ചേട്ടൻ വളരെ നിർബന്ധമാണ് ബോയിച്ചേട്ടൻ്റെ എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീട്ടിൽ പോയിരിക്കണം. അതായത് അച്ഛൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അമ്മയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ട്രിവാൻഡ്രത്തുള്ള എല്ലാ ബന്ധു വീടുകളും ഞങ്ങൾ വിസിറ്റ് ചെയ്യുമായിരുന്നു എല്ലാ സൺഡേയ്സും. അപ്പോൾ എല്ലാവരുമായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട്, അപ്പോൾ
എൻ്റെ ഫാദറിലോയുടെ വീടെന്ന് പറഞ്ഞാൽ പെരപ്പംകോട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പെരപ്പംകോട്ടും പിന്നെ ട്രിവാൻഡ്രത്തുമായിട്ട് പല ഭാഗത്തും ഉണ്ട്, അവരുടെ മക്കൾ, കസിൻസ് എല്ലാവരും. അപ്പോൾ എല്ലാ വീടുകളിലും ഞങ്ങൾ സന്ദർശിക്കാൻ പോകും. അപ്പം പരമേശ്വരൻ ചിറ്റപ്പനുണ്ടായിരുന്നു, അദ്ദേഹം ബോയിച്ചൻ്റെ അച്ഛൻ്റെ ഒരു ബ്രദർ, അവരുടെ വീട്ടിൽ സ്ഥിരം പോകുന്നതാണ്. അവിടെ ഇന്ദു റാണിയൊക്കെ ഉണ്ടായിരുന്നു മക്കൾ. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഒരു വലിയ ലൈബ്രറിയനും ഉണ്ട് അവരുടെ വീട്ടിൽ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അന്ന് വായനാശീലമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പുസ്തകം അവിടെ നിന്ന് എടുത്തിട്ട് വരും വായിക്കുക. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ബേബിയമ്മയുടെ വീട്ടിൽ പോകും, മായമ്മയുടെ വീട്ടിൽ, അങ്ങനെ. പിന്നെ അമ്മയുടെ സൈഡിലാണെങ്കിലും ചാഞ്ചിറ്റ, മണിയങ്കൾ, അങ്ങനെ എല്ലാ വീടുകളിലും, KP രാജേന്ദ്രൻ അമ്മാവൻ്റെ വീട്ടിൽ ഒക്കെ. പിന്നെ എറണാകുളത്ത് പോകുമ്പോൾ എന്തായാലും ഹരിയമ്മാവൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ എല്ലാ റിലേറ്റീവ്സുമായിട്ടും ആ കണക്ഷൻ കീപ്പ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ സൈഡിലുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലും സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോകാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് അങ്ങനെയാണ് ആസ്വദിച്ചത്. ഇത് കൂടാതെ ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് സോഷ്യലൈസിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നായിരുന്നു ബോയിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ റോട്ടറി ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നു. ബോയിച്ചേട്ടൻ റോട്ടറി ക്ലബ് മെമ്പർ ആകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ റോട്ടറിയിൽ ഞങ്ങൾക്ക് കുറേ ഞങ്ങളുടെ സമപ്രായക്കാരായ കുറേ കപ്പിൾസ് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വന്നു. അതിൽ പ്രധാനമായിട്ട് മാത്യു പുത്തൂരാനും വൈഫ് ഉണ്ടാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ISROയിൽ വർക്ക് ചെയ്യണ സക്കറിയും വൈഫും ഉണ്ട്, സജി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെല്ലി, ഒരു ഗ്യാസ് ഏജൻസി നടത്തിക്കൊണ്ട ഷെല്ലിയും വൈഫും. പിന്നെ പ്രശാന്ത്, MKP പ്രശാന്ത് വൈഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ, നമ്മളുടെ അടുത്ത സുഹൃത്ത് പേഴ്സി ജോസഫും വൈഫും. പേഴ്സി ജോസഫ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന റോള് വഹിക്കുന്ന ആളാണ് പേഴ്സി ഗ്രാഫിക്സിൻ്റെയൊക്കെ ഒരു ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് വേറെ ചാനൽസിൽ. പേഴ്സി ആൻഡ് വൈഫ് ആശ. ഇങ്ങനെ സുധാകർ റാവു ഭാര്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെക്കാട്ടി തല മുതിർന്ന ഒരു ജനറേഷനും കൂടെ ഉണ്ട്. അവരെല്ലാം ഞങ്ങളെയൊക്കെ ഉപദേഷ്ടാക്കളുമാണ്. ഞങ്ങളെയൊക്കെ അവരുടെ ചിറകിൻ്റെ കീഴിൽ വെച്ചിട്ട് റോട്ടറി മെമ്പേഴ്സാണ്. വി വെർ ലൈക്ക് ഫാമിലി. PV ജോർജ്, അദ്ദേഹത്തിൻ്റെ വൈഫ് എൽസമ്മ ചേച്ചി, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, പിന്നെ ചന്ദ്രബാബു വൈഫ്, ഇങ്ങനെ ഞാൻ ചിലരെയൊക്കെ പേര് അറിയാതെ വിട്ടുപോകുന്നതാണ്, ഓർമ്മിക്കുന്നതിനനുസരിച്ച് പറയാം. അപ്പോൾ ഇവരെല്ലാവരും തന്നെ എല്ലാവർക്കും ഒരു സ്റ്റേജ് ആകുമ്പോൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ കാണുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ പരസ്പരം ഫ്രണ്ട്സ് ആകുന്നു. കാര്യം എല്ലാ ബർത്ത്ഡേസിനും ഓരോരുത്തരുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തും, അവിടെ മീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സോഷ്യലൈസിങ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര ആയപ്പോഴത്തേക്കും എൻ്റെ അച്ഛനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, എൻ്റെ പഠിത്തം മുടങ്ങാൻ പാടില്ല. കല്യാണം കഴിഞ്ഞെങ്കിലും ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ല. MA പരീക്ഷ കഴിയാനുണ്ട്, എൻ്റെ LLBയുടെ ഒരു വർഷം കിടക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞു പഠിച്ചു, അങ്ങനെ പോകും. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശേഷമായി എന്ന് പറയുമ്പോൾ അറിയാലോ, പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ അത് ഒന്നും പ്ലാൻഡ് അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയാണ് സത്യത്തിൽ. അപ്പോൾ ബോയിച്ചേട്ടൻ്റെ വീട്ടിലൊക്കെ അറിയിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി പോലെ. കാര്യം അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും? കാര്യം എൻ്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ല, ഇനി പ്രസവം, കുട്ടി വളർത്തലെല്ലാമായിട്ട് ഇവളുടെ പഠിത്തമൊക്കെ ഇതോടെ തീർന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അച്ഛനെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. സത്യത്തിൽ അത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു തോന്നുന്നു. അച്ഛൻ അത്ര വലിയൊരു സന്തോഷത്തിലല്ല റിയാക്ട് ചെയ്തത് ആ സമയത്ത്. അച്ഛൻ പറഞ്ഞു, ഇനി നീ പഠിത്തമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു അല്ലേ, MA ഒക്കെ കഴിഞ്ഞു, MA ഇനി LLB എങ്ങനെ പഠിച്ച് തീർക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു അപ്രിഹെൻഷൻ. ഞാൻ പറഞ്ഞു, അല്ല അച്ഛൻ, ഞാൻ എന്തായാലും എല്ലാം പഠിച്ചോളാം, ഞാൻ എല്ലാം പഠിക്കാം, ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതെനിക്കൊരു വാശി പോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജാണ് വിശേഷമായി. അതായത് ഞാനൊരു മോളെ പ്രഗ്നൻ്റായി ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് MAയുടെ പരീക്ഷയ്ക്ക് തിരുപ്പതിയിൽ പോകേണ്ടി വന്നത്. അപ്പോൾ അറിയാലോ, ഒരു 1.5 മാസം കഴിയുമ്പോൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ അത്ര റിസ്ക്കാണ്. 1.5 മാസമാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആണ്, 1.5 മന്ത്സ്. ആ സമയത്ത് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ അഡ്വൈസബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് പോയാൽ അപകടം, പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ അതിലും അപകടം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഡയലമയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ പോകുന്നത് ഇങ്ങനെ ശരിയാകും എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അച്ഛനെ വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോകാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മദർ AG's ഓഫീസിലായിരുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അവസാനം എൻ്റെ കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പ്രൊമോഷൻ കിട്ടിയിരുന്നു. DIG ആയിട്ട്, അമ്മ റിട്ടയർ ചെയ്ത് തന്നെ DIG ആയിട്ട്, ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായിട്ട്, IAAS എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് കൺഫർ ചെയ്തിട്ടുള്ളതാണ് മദറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ DIG ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണ സമയം തൊട്ട് അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഒഫീഷ്യൽ കാറും ഒരു എക്സ്ട്രാ ഫോണും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിൽ തന്നെ ഡെപ്യൂട്ടേഷനിൽ, DIG ആയപ്പോൾ ഡെപ്യൂട്ടേഷനിൽ KSRTCയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടുത്തെ FA and CAO ആയിട്ട്, ദാറ്റ് ഈസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് KSRTCയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് ആ സമയത്ത്. ഈ തിരുപ്പതി സൈഡിലും ചെന്നൈയിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവരുടെയൊക്കെ സഹായം തേടി എവിടെ പോയാൽ താമസിക്കുക, അവരോടൊക്കെ അഡ്വൈസ് ചോദിച്ചിട്ട് സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ ആ രീതിയിൽ അവിടെ മൊബിലൈസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ഹോട്ടൽ അക്കോമഡേഷനൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് പോകാനുള്ള വാഹനമൊക്കെ ചെന്നൈ ടു, അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്, ഇവിടെ നിന്ന് ചെന്നൈ വരെ ട്രെയിനിൽ പോകുന്നു. അവിടെ നിന്ന് ട്രെയിൻ അവിടെ അന്ന് പ്രേമ ചേച്ചിയും ഹസ്ബൻഡും ചെന്നൈയിലാണ് താമസിക്കുന്നത്. ബോച്ചേൻ്റെ വല്യമ്മയുടെ മോള് എനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് താലി കെട്ടി തന്നില്ലേ ആ ചേച്ചി. അപ്പോൾ പ്രേമ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു ഒരു ദിവസം. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ ഞങ്ങളോടൊപ്പം ആ ട്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ അധികം ട്രെയിനാകുമ്പോൾ വലിയ സ്ട്രെയിൻ ഇല്ലല്ലോ, ഇരുന്നും കിടന്നും ഒക്കെ പോകാമല്ലോ. അങ്ങനെ വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. ഒരു മിസ്കാരേജ് ഒന്നും നമുക്ക് റിസ്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ യാത്രയെക്കുറിച്ച്. അപ്പോൾ കരയാളർ സാറും വൈഫും കുട്ടികളും, അത് ഞങ്ങളുടെ റോട്ടറിയിലുണ്ടായിരുന്ന റോട്ടറി പ്രസിഡൻറ്റും മറ്റായിരുന്നു, അദ്ദേഹം ആ ട്രെയിനിലുണ്ടായിരുന്നു, അദ്ദേഹവും വൈഫും കുട്ടികളും. അപ്പോൾ അവരായിരുന്നു യാദൃശ്യമായിട്ട് ആ ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്താണ്. പക്ഷേ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അവർ ബ്രാഹ്മിൻസാണ്, അവർ കൊണ്ടുവന്ന ഇഡലിയും ചട്നി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പൊടിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെയാണ് എനിക്ക് കഴിക്കാനൊക്കെ തന്നത്. പക്ഷേ എനിക്കപ്പോൾ ഭയങ്കര മോർണിംഗ് സിക്നസ് ഉള്ള സമയമായിരുന്നു. ആദ്യത്തെ ഇനിഷ്യലി എനിക്ക് 2-3 മാസം മോർണിംഗ് സിക്നസ് ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കലും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ആ ഛർദ്ദിലോടുകൂടി തന്നെയാണ് യാത്രയാകുന്നത്. എങ്കിലും ഞങ്ങൾ അധികം ശരീരമൊന്നും അനക്കാതെ പോയി. പിന്നെ അവിടെ നിന്ന് ബൈ കാറാണ് ഞങ്ങൾ തിരുപ്പതി പോകുന്നത്. വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്തൊക്കെ പോയിട്ട് 10 ഡേയ്സാണ് തിരുപ്പതിയിൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് താമസിക്കേണ്ടി വന്നത്. കാര്യം അവിടെ എക്സാം തുടങ്ങുന്ന രാവിലെ, എനിക്ക് തോന്നുന്നു 8 o'clock മറ്റാണ് പരീക്ഷ തുടങ്ങുന്നത്. രാവിലെ പോകണം എന്തായാലും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരം ഛർദ്ദിലാണ്, മോർണിംഗ് സിക്നസ്. അപ്പോൾ ബോയ്ച്ചേട്ടൻ ആ സമയത്തൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ സോൾട്ട് ബിസ്ക്കറ്റാണ് ആദ്യം കഴിക്കുന്നത് ഛർദ്ദിൽ വരാണ്ടിരിക്കാനായിട്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് പോകും പരീക്ഷയ്ക്ക് പോയിട്ട്. പരീക്ഷ ഹാളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലവും സ്പെസിഫിക്കായിട്ട് നമ്മളവിടെ ഒരു അധ്യാപകനെയൊക്കെ കണ്ട്, അവിടുത്തെ ഒരു പ്രൊഫസറെ കണ്ട് പോയിട്ട് സംസാരിച്ചു. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു വിൻഡോ സീറ്റ് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഫാനൊക്കെ ഭയങ്കര തണുപ്പ് പോലെ, എനിക്കൊരു കുളിര് പോലെയൊക്കെ തോന്നിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഫാൻ ഇല്ലാത്ത ഭാഗത്ത് തന്നെ ഇരുത്തുക. പിന്നെ ബോച്ചേട്ടൻ ആ 10 ഡേയ്സ് ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പുള്ളിക്കാരൻ വെളിയിൽ തന്നെ ആ എക്സാം ഹാളിൻ്റെ തൊട്ട് വെളിയിലായിട്ടൊരു കോറിഡോറിൻ്റെ ആ ഭാഗത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു, അവിടെ ഇരിക്കുമായിരുന്നു. കഴിയുമ്പോൾ എന്നെ കൂടെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്ത് അത്രയും കെയർ ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ആ 10 ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹണിമൂൺ പീരീഡാണ്. പക്ഷേ ഫുള്ള് ഛർദിലും ക്ഷീണവും ഒക്കെയാണ്. എങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ തിരിച്ച് നാട്ടിലെത്തി. ഒന്നും ദൈവാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. കുഞ്ഞിനൊരു കേടുപാട് സംഭവിച്ചില്ല, ഒരു മിസ്കാരേജോ അങ്ങനത്തെ ലക്ഷണങ്ങളോ ഒന്നും ഞാൻ കാണിച്ചില്ല, ദൈവാധീനം. അപ്പോൾ എൻ്റെ MA പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് പകുതി ആശ്വാസമായി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് LLBക്ക് ബാക്കി ഫൈനൽ ഇയർ ക്ലാസ്സിന് പോകണമല്ലോ. അപ്പോൾ ക്ലാസ്സിന് പോയി തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു കാർ, അപ്പോൾ അച്ഛനൊരു ഗിഫ്റ്റായിട്ടൊരു കാർ, ഒരു മാരുതി 800 അന്ന് വാങ്ങിച്ചു തന്നത്. അത് അന്ന് ഭയങ്കര വലിയ സംഭവമാണ്. 800 കാർ അധികം ഇല്ല മാരുതിയുടെ. പക്ഷേ എനിക്ക് ഡ്രൈവിങ്, ഞാൻ അച്ഛൻ്റെ അംബാസഡറിൽ ഞങ്ങളുടെ ഒരു പണ്ട് തൊട്ടുള്ളൊരു ഡ്രൈവർ അങ്കിൾ ഉണ്ടായിരുന്നു, രാജപ്പണ്ണൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചത്. ഞാൻ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചതാണെങ്കിലും ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ മാരുതി 800 ഞാനപ്പോൾ ഡ്രൈവ് ചെയ്യില്ല. അപ്പോൾ പൂച്ചേട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കോളേജിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ട് വരിക. ചില ദിവസങ്ങളിൽ എനിക്ക് കോളേജ് ബസ്സിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു കോളേജ് ബസ് ഉണ്ടായിരുന്നു, ലോ അക്കാഡമിക്ക്. അത് വളരെ ഫേമസ് ആണ്. 4th ഇയർ വരെ ഞാൻ കോളേജ് ബസ്സിൽ പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ കോളേജ് ബസ്സിലൊക്കെ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. കാര്യം അപ്പോൾ അച്ഛൻ്റെ ആ കൺട്രോളിൽ നിന്നൊക്കെ പോയി ഹസ്ബൻഡിൻ്റെ കൺട്രോളിലേക്ക് മാറിയല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഹസ്ബൻഡല്ലേ. രസകരമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് SCT എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ. കാരണം അവിടെ തന്നെ പ്രൈവറ്റിലൊന്നും അല്ല പോയത്. അവിടെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ബോയ്ച്ചേട്ടൻ്റെ തന്നെ അമ്മയുടെ ഒരു കസിൻ സിസ്റ്റർ ഡോക്ടർ കാവേരി ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിനെ സുഖപ്രസവമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഞാൻ പറഞ്ഞ ഡേറ്റിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത്. കുറച്ച് ഡിലേഡ് ആയിട്ടാണ് പ്രസവിച്ചത്. മെയ് 4-ാം തീയതിയാണ് മകളെ പ്രസവിക്കുന്നത്. അത് ആദ്യത്തെ മകളാണ് പാർവതി. അപ്പോൾ സന്തോഷം, എല്ലാവർക്കും സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിങ്ങനെ വലിയ വയറുമൊക്കെ ആയിട്ടാണ് ഫൈനൽ ഇയറൊക്കെ ആയപ്പോൾ, ലാസ്റ്റ് സ്റ്റേജൊക്കെ വലിയ വയറുമായിട്ടാണ് പോകുന്നത്. ഈ കോളേജ് ബസ്സിൽ പോകുമ്പോഴൊക്കെ വലിയ വയറുമൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ കൂടെ പഠിച്ച ആ സമയത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ ഡെലിവറിയാണ് എൻ്റെ ഫൈനൽ ഇയറിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പം പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് 56-ാമത്തെ ദിവസം ഞാൻ പോയി പരീക്ഷ എഴുതി. അതാണ് എൻ്റെ കറക്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഞാനൊരു 28 കഴിഞ്ഞപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങി. 28 ദിവസം വരെ ഭയങ്കര ഫുൾ ബെഡ് റെസ്റ്റ് പോലെയൊക്കെയാണ്. അന്നൊക്കെ പ്രസവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രോഗാവസ്ഥ പോലെയാണ്, എല്ലാവരും കിടന്നാണല്ലോ ചികിത്സ. അപ്പോൾ പ്രസവിച്ച് നന്നായിട്ട് കിടന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി അമ്മയുടെ ഈ വീട്ടിലേക്കാണ് വന്നത്. അന്ന് അച്ഛനും അമ്മയും ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ പാറുമ്മ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എൻ്റെ പ്രസവം, മറ്റേ കുഞ്ഞിനെ കുളിപ്പിക്കലും എന്നെ കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പാറുമ്മ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇവിടെ അമ്മയുടെയൊക്കെ കൂടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എല്ലാവരുമായിട്ട് എന്നെ നന്നായിട്ട് പ്രസവ രക്ഷയൊക്കെ തന്ന് നന്നായിട്ട് രക്ഷിച്ചെടുത്തു. അത് കഴിഞ്ഞ് 28-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ലോ ബുക്സ് എടുത്ത് പഠിച്ചു തുടങ്ങി. കാര്യം 56 കഴിഞ്ഞാൽ പരീക്ഷയാണ്. 56-ന് കറക്റ്റ് 56-ന് ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതായിരുന്നു ആ ഒരു സമയത്തെ ഒരു
പ്രത്യേകത. അപ്പോൾ എല്ലാം ഇങ്ങനെ സാധാരണ ഒരു 90 ദിവസം 3 മാസമൊക്കെ റെസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയൊന്നും റെസ്റ്റ് എടുത്തില്ല. എന്തായാലും മോള് വലിയ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു. വലിയ കരച്ചിലും ബഹളവും അങ്ങനെ ഒന്നും ശല്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ സുഖപ്രസവം, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പ്രസവത്തിന് ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, നമ്മൾ കുഞ്ഞിനെ 7ാം മാസം അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു 7ാം മാസം. അപ്പോൾ ആ 7th മന്തിന് വിളിക്കാൻ പോകുന്ന ആ ചടങ്ങിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ബോച്ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നു. അപ്പോൾ അമ്മയെല്ലാം കുറേ പലഹാരമൊക്കെ ആയിട്ടാണ് വന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ബോച്ചേട്ടനായിട്ടൊക്കെ ഭയങ്കര ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും പൊസസീവായിട്ടുള്ളൊരു തരം സ്നേഹമാണ്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കുറേ കൂടെയൊക്കെ എന്താ പറയുക, ഇപ്പം നമ്മൾ കുറേ കൂടെ മെച്യൂറായില്ല. എന്നാൽ ആ ഇമ്മെച്യൂരിറ്റിയുടെ ഒരു എന്നുവെച്ചാൽ പ്രസവത്തിന് വിളിച്ച് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബോച്ചേട്ടൻ്റെ വിട്ട് വരാൻ വയ്യാത്ത പോലത്തെ കരച്ചിൽ. അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്കല്ലേ നമ്മൾ വരുന്നത്, എങ്കിൽ പോലും ഒരു ഭയങ്കര സങ്കടം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഭരണിയിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. അത് കസ്റ്റമറി പ്രാക്ടീസാണ്, നല്ലെണ്ണ കൊണ്ട് ഇറങ്ങി വരണം. നല്ല സുഖപ്രസവത്തിനായിട്ട് എല്ലാവരും ആശംസകൾ, പലഹാരമൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എല്ലാ മുതിർന്നവരും വായിൽ വെച്ച് തരിക, അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലെണ്ണ ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര നിലവിളിയാണ്, കരച്ചില്ല. അപ്പോൾ ബോച്ചേട്ടൻ പറഞ്ഞു, ലക്ഷ്മി എല്ലാവരും കാണുന്നു, മോശം കരയരുത്. ഞാനാണെങ്കിൽ കരച്ചില്ല. ഞാൻ പറഞ്ഞു, ബോച്ചേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്കെപ്പോഴും കാണണം, ഇങ്ങനത്തെ ഒരു ഭയങ്കര ബഹളം. അത് കഴിഞ്ഞിട്ട് ബോച്ചേട്ടൻ ഞാൻ എല്ലാ ദിവസവും വന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. തൊട്ടടുത്തല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി എല്ലാ ദിവസവും വന്ന് പ്രസവം വരെയും എല്ലാ ദിവസവും വരുമായിരുന്നു, വിസിറ്റ് ചെയ്യുമായിരുന്നു, വന്ന് കണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞപ്പോൾ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞു, പ്രസവത്തിൻ്റെ രക്ഷയും കാര്യങ്ങളും. അത് കഴിഞ്ഞ് എക്സാമിന് പോകുന്നു. അപ്പോൾ പഠിത്തവും കാര്യങ്ങളും എങ്ങനെ ഞാൻ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി. എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. കാര്യം ഇതിനിടയിലോ കൂടിയുള്ള പഠനമാണ്. അപ്പോൾ എന്തായാലും വലിയ ഓവറായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല, മോഡറേറ്റായിട്ട് പഠിച്ചിറങ്ങി. എമ്മയുടെ പരീക്ഷ ഓൾറെഡി എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ എമ്മയും ഒരു റിസൾട്ട് വന്നപ്പോൾ എമ്മയും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. MA ഹിസ്റ്ററി അറ്റ് ദ സെയിം ടൈം നമ്മൾ LLBയും പാസ്സായി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ ചടങ്ങുകൾ കാര്യങ്ങൾ ഞാൻ വെക്കുന്നത്, പിന്നെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർവതി എൻ്റെ അച്ഛൻ ബോച്ചേട്ടൻ്റെ അമ്മൂമ്മ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ബോച്ചേട്ടൻ്റെ അമ്മൂമ്മയും ഞാനും എൻ്റെ അമ്മയും അമ്മയുടെ മടിയിൽ കുഞ്ഞിരിക്കുന്നു. പിന്നെ അതിന് ബോച്ചേട്ടൻ്റെ കയ്യിൽ പാർവതി, എൻ്റെ കയ്യിൽ പാർവതി, എല്ലാവരും കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുന്നു. അച്ഛൻ എൻ്റെ ഫാദർ പാർവതിയെ കയ്യിലെടുത്ത് നിൽക്കുന്നു. അച്ഛൻ എൻ്റെ കുട്ടികളെന്ന് അതിങ്ങനെ എടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആകെ നാഗരാജനെ മാത്രം, അതായത് എൻ്റെ അനിയൻ കൊച്ചുമോനെയാണ് കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത് കുഞ്ചിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പൊതുവേ അങ്ങനെയല്ല. പിന്നെ ബോച്ചേട്ടൻ്റെ അച്ഛൻ, പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ സഹോദരി മാമി. ബോച്ചേട്ടൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. മാമി എന്തോ വാളയിട്ട് കൊടുക്കുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ബോച്ചേട്ടൻ്റെ അച്ഛൻ മോളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ. പിന്നെന്താ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. ഇത് അമ്മയുടെ സിസ്റ്ററാണ്, കൗട്ടിച്ചിറ്റ, മദറിലോയുടെ സിസ്റ്റർ. പിന്നെ ഇതെൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്. അമ്മയ്ക്ക് അനിയത്തിമാരൊന്നുമില്ല. ഇത് മണിക്കുഞ്ഞമ്മയാണ് അനിയത്തി, പന്തളത്തുള്ള മണിക്കുഞ്ഞമ്മയുടെ. ഇത് ഞങ്ങളുടെ ഫാമിലി, മദറിലോ ഫാദറിലോ, അമ്മയുടെ അമ്മ, അതായത് മദറിലോയുടെ അമ്മയും ഞങ്ങൾ, കുഞ്ഞ്, പാർവതി, ഇങ്ങനെ ഓരോ സ്റ്റേജസാണ്. പിന്നെ അത് കഴിഞ്ഞ് പല സ്റ്റേജസ്, അതായത് ഇത് ചടങ്ങാണ് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും അത് വണ്ണമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇത് അച്ഛൻ്റെ അനന്തരവൻ ജയകുമാരൻ, ഡോക്ടർ NK ജയകുമാർ, ജയൻ ചേട്ടൻ കുഞ്ഞിനെ എടുത്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും അന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മടിയിൽ കുഞ്ഞ് പോകുന്നു. ഷാൻചിറ്റയുടെ മടിയിരിക്കുന്നു. എൻ്റെ അമ്മ മാലയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ചടങ്ങ്. ഇത് പാറുമ്മയാണ് കുഞ്ഞിൻ്റെ ചെവിയിലാണ് നമ്മൾ പേര് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ ചടങ്ങ് കസ്റ്റമറി ആയിട്ടുള്ള എല്ലാം. ഇതാണ് അച്ഛൻ്റെ ഏറ്റവും ഇളയ ബ്രദർ. ഇതുവരെ ഫോട്ടോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് ദാമോദരൻ എന്നായിരുന്നു പറഞ്ഞ അച്ഛൻ്റെ ഏറ്റവും ഇളയ, എൻ്റെ കൊച്ചച്ഛൻ. പുള്ളി കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ബോച്ചേട്ടൻ്റെ വല്യമ്മ, വല്യമ്മ അച്ഛൻ്റെ സഹോദരി, മൂത്ത അമ്മായി. അമ്മായിയൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നാണമ്മ. ഇതെൻ്റെ അനിയൻ കൊച്ചുമോൻ്റെ മടിയിലിരിക്കുന്നു. ഇതെൻ്റെ ചേട്ടൻ. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നു. വെളിയിൽ കുഞ്ഞിനെ എടുത്തിട്ട് അന്നത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസ്. അങ്ങനെ നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഈ വീട്ടിലാണ് ചെയ്തത്. മേളിൽ ഈ ടെറസിൽ പന്തലൊക്കെ ഇട്ട് ഇവിടെയാണ് സദ്യയൊക്കെ കൊടുത്തത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സുഖമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തി. മോൾക്ക് പേരും കൊടുത്തു, പാർവതി എന്ന പേരൊക്കെ ഇട്ട് അങ്ങനെ ശുഭമായിട്ട് ആ പ്രസവം കാര്യങ്ങളായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ LLB കഴിഞ്ഞല്ലോ, MAയും കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ LLMന് ചേരുകയാണ്. LLM എന്ന് പറയുമ്പോൾ എൻ്റെ PG സ്റ്റഡീസും ലോ അക്കാഡമിയിൽ തന്നെയാണ് ഞാൻ ചേരുന്നത്. PGക്ക് ചേരുമ്പോൾ അന്ന് പാർവതി ചെറിയ കുട്ടിയാണല്ലോ, അതിനോടൊപ്പം തന്നെ ഞാൻ ലോ അക്കാഡമിയിൽ പഠിപ്പിക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാനവിടെ
പ്രീ ലോ സബ്ജക്ട്സ്, അതായത് ഹിസ്റ്ററിയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് 5 ഇയറും സെക്കൻഡ് 5 ഇയറിലും മാത്രം ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് 5 ഇയറിൽ ഹിസ്റ്ററി ഉണ്ട്, സെക്കൻഡ് 5 ഇയറിൽ ഹിസ്റ്ററി ഓഫ് കോർട്സ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. ഇപ്പോൾ ആ പേപ്പർ ഇല്ല, ആ സമയത്തുണ്ടായിരുന്നു സിലബസിൽ. അപ്പോൾ അത് എനിക്ക് MA ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ LLM കഴിയാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ MA ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ പ്രീ ലോ സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹിസ്റ്ററി ഇല്ല, അപ്പോൾ എനിക്ക് ഹിസ്റ്ററി പഠിപ്പിക്കാമല്ലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഹിസ്റ്ററി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പഠിപ്പിക്കാൻ ആഴ്ചയിൽ 2 ദിവസം ഹിസ്റ്ററി പഠിപ്പിക്കാനും കയറുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ LLM സ്റ്റഡീസും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കോളേജിലെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് പാർവതി കുഞ്ഞാണ്. ആ സമയത്ത് അവളുടെ എല്ലാ സാധനങ്ങളും, ബാഗ്, പോട്ടി, പാല്, കുപ്പി, എല്ലാ ചേഞ്ചിങ് ക്ലോത്ത്സ് എല്ലാം കൂടെ ഒരു ബാഗിനകത്താക്കി കുഞ്ഞിനെ എടുത്ത് ഞാൻ എൻ്റെ മദറിലോടെ വീട്ടിലാണ് കൊണ്ടാക്കിയിട്ട് പോകുന്നത്. അമ്മയാണ്, ബോച്ചൻ്റെ അമ്മയാണ് ആ സമയത്ത് നോക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹാഫ് ഡേ ആണ്, രാവിലെ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി കുഞ്ഞിനെയും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് വരും. പിന്നെ ലോ അക്കാഡമിയിൽ പുന്നൻ റോഡ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റിസർച്ച് സെൻറ്ററിലാണല്ലോ. അപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ്. ഞാനിപ്പോൾ പ്രിൻസിപ്പൽഷിപ്പിൽ നിന്ന് ഞാനൊരു 5 ഇയേഴ്സ് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഞങ്ങളുടെ റിസർച്ച് വിങ്ങിൻ്റെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, റിസർച്ച് ഡയറക്ടറായിട്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലാണ് നമ്മുടെ PG സ്റ്റഡീസ് നടക്കുന്നത്, LLM ഒക്കെ. അപ്പോൾ അത് സ്റ്റാച്യൂലാണ്, സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണ് ആ ബിൽഡിങ്. അപ്പോൾ അവിടേക്കാണ് ഞാൻ LLM, അവിടെ വലിയ ലൈബ്രറിയൊക്കെ ഉണ്ട്, അവിടെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് LLM. ആ പഠിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പോകേണ്ടി വരും. ആ ദിവസങ്ങളിൽ ഇവിടെ അമ്മയച്ഛനും ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ബൈ ദ ടൈം അമ്മ റിട്ടയർ ചെയ്തു, എൻ്റെ മദർ അപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്തു. അപ്പോൾ DAG ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അമ്മ വീട്ടിലുണ്ട്, അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും. ഒരു 2-3 hours കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ മോൾ ഇതുപോലെ എടുത്തിട്ട് പോകും. ഇങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ 2 മദേഴ്സും ആ സമയത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റഡീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വെറുതെ പ്രസവിച്ച് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ഒന്ന് തുടുത്തൊക്കെ വന്നതാണ്, ഇച്ചിരി വണ്ണമൊക്കെ വെച്ച്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ ഭാരതി അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു കുഞ്ഞായിരുന്നു. ഞാൻ അതിനെ എടുത്തുകൊണ്ട് നടക്കുകയും പിന്നെ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് ഒരു 10 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മിസ്കാരേജും ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ആരോടും ഞങ്ങൾ പറഞ്ഞതുമില്ല, വീട്ടുകാരോടൊന്നും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ട ക്ഷീണമല്ല. കല്യാണ സമയത്ത് സ്ലിം ആയിരുന്നു, പക്ഷേ ഇത് അതിലും വളരെ മോശമായ രീതിയിൽ അങ്ങോട്ട് ക്ഷീണിച്ചു. കാണുന്നവരെല്ലാം ചോദിച്ചു തുടങ്ങി, ലക്ഷ്മിക്ക് എന്ത് പറ്റി, സുഖമില്ല. എൻ്റെ ഫാദറിന് വണ്ണം വെക്കുന്ന ഇഷ്ടമല്ല. എന്നിട്ട് പുള്ളി പോലും ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലാത്ത പോലെ ഇരിക്കുന്നല്ലോ. ഒരുപാട് പേര് ആ രീതിയിൽ ചോദിച്ചു തുടങ്ങി. എന്തോ ഭയങ്കര ടൈഫോയിഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന മാതിരിയൊക്കെ, അത്രയ്ക്ക് മെലിഞ്ഞ് കൈയൊന്നും ഇല്ല, മുഖമൊക്കെ അങ്ങ് ചുളുങ്ങി അതിന് ചില ഫോട്ടോസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രത്തോളം ക്ഷീണിച്ചാണ് ഇരുന്നത്. ഇത് കാണുമ്പോൾ അറിയാം. ഇത് ഞാൻ പാർവതിയൊക്കെ ഇച്ചിരി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊന്മുടി പോയൊരു ട്രിപ്പാണ്. അതിൽ രേണു ഉണ്ട്, ബോച്ചേൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോളാണ്, രേണു ഉണ്ടായിരുന്നു. പിന്നെ ഇളയ അനിയൻ അജി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയതാണ്. പാർവതിയുണ്ട്, അപ്പോൾ വിഷ്ണുവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വിഷ്ണുവിനെ ക്യാരിയിങ് ആണ്. അപ്പോൾ അന്ന് ഭയങ്കര ക്ഷീണവും പിന്നെ എന്താ പറയുക, ക്ഷീണം, കിടപ്പ് അതൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ കണ്ടറിയാം, ഞാൻ മെയിലിഞ്ഞകത്ത് പണ്ടത്തെ പകുതിയായി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ ആ സമയത്ത് LLM പഠിച്ചുകൊണ്ട് കൂടി ഇരിക്കുകയാണ്. LLM അന്ന് 2 വർഷമല്ല 3 വർഷം കഴിഞ്ഞാലേ LLM കഴിയുള്ളൂ. LLMന് ചേർന്നാൽ ഏതാണ്ട് 3 years കഴിയും. അപ്പോൾ LLMൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞാൻ മോനെ കൺസീവ് ചെയ്തത്. അപ്പോൾ മോൻ്റെ ഗർഭാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ LLM സ്റ്റഡീസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് തീസിസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് പൂർണ്ണ ഗർഭിണിയാണെന്ന് തന്നെ പറയാം. വലിയ വയറുമൊക്കെ ആയിട്ടാണ് ലൈബ്രറിയിൽ നിന്ന് എഴുതി തള്ളുകയാണ്. നമ്മുടെ തീസിസ് കൊടുക്കണമല്ലോ, നമ്മുടെ ഡെസർട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് വൈവയ്ക്ക് പോകുമ്പോൾ ഞാൻ ഫുൾ വയറുമായിട്ടാണ് വൈവയ്ക്ക് പോകുന്നത്, യൂണിവേഴ്സിറ്റിയിൽ വൈവയ്ക്ക് പോകുന്നത്. ഓക്കെ, മോനെ പ്രഗ്നൻ്റ് ആണ് ആ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വൈവ കഴിഞ്ഞ് ഒരു 3, 4, 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസവിച്ചു. അത്രയും ക്ലോസ് ആയിരുന്നു, അതൊരു ഫിനിഷിംഗ് പോയിന്റിലാണ് കൊണ്ട് നിർത്തിയത്. എന്തായാലും ഈ 2 കാര്യങ്ങളും നടന്നു. അപ്പോൾ പാർവതിയും വിഷ്ണുവും തമ്മിൽ ഒരു 3.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ബൈ ദ ടൈം LLM കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ വൈവയും തീർത്തിട്ട് പരീക്ഷയും കഴിഞ്ഞു, വൈവയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പ്രസവിച്ച് കിടക്കുന്നത്. അങ്ങനെ സെക്കൻഡ് പ്രസവവും ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്റ്റേജാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസം, ആഴ്ചയിൽ 2-3 ദിവസം കോളേജിൽ പോയാൽ മതി. LLM കഴിഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ അവിടെ പെർമനൻറ്റ് ലെക്ചറായിട്ട് കയറിയിട്ടില്ല, ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെയും അവർലി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അവർലിയാണ് ശമ്പളം. അപ്പോൾ സാലറി കാര്യങ്ങൾ, ഞങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വളരെ മിതമായ രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2-3 വർഷം ഞങ്ങളുടെ ഈ പഠിത്തം കഴിയുന്നവരെ വീട്ടിൽ നിന്ന് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നുമുള്ള ഞങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും നിർബന്ധം ഉണ്ടായിരുന്നു, എല്ലാവർക്കും നിർബന്ധം, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് കുടുംബസ്വത്ത് കുറേ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവർ തന്ന പൈസ വെച്ചിട്ടോ ബാങ്ക് ബാലൻസ് ഇട്ടിട്ടോ ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞങ്ങൾ 2 പേരും
എക്യുപ്ഡ് ആകണം ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഠിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റ് തന്നെയാണ് എല്ലാ മാസവും ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചിലവുകളും. പെട്രോളിനാണെങ്കിലും ഒരു ബഡ്ജറ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ സിനിമയാണെങ്കിലും വീക്കിലി എത്ര ദിവസം സിനിമ, ഒരു ദിവസം സിനിമ ആണെങ്കിൽ ഒരു എങ്ങനെ ഈവൻ ഐസ്ക്രീമിന് പോലും ഞങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു മാസം എത്ര ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡ് എത്ര വേണം, നമ്മൾ എങ്ങനെയാണ് ഒരു ഹോം ബഡ്ജറ്റ്, എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് ഇട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര ലാവിഷൊന്നും അല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളും ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക്, മോൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്. അപ്പോൾ LLMൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് മാറിയ അത് കഴിഞ്ഞിട്ടാണല്ലോ LLM ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മോൾക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾ ആ അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതും അതിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. പാർവതിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. അതെനിക്ക് വളരെ സ്പെഷ്യലാണ്. ആ ടെറസിൽ ആ വീടെന്ന് പറഞ്ഞാലും വളരെ സ്പെഷ്യലാണ്. എസ് കുമാർ എന്ന് പറയുന്ന ex-MP, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം CPIയുടെ വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഹൗസാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളും സന്തോഷ്, സീന, ശ്രീജ, അത് കൊച്ചപ്പീന്നാണ് ശ്രീജയെ ഞാൻ വിളിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റുമായിരുന്നു ആ ഇളയ കുട്ടി. പ്ലസ് നമുക്കൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കൂടിയുണ്ട് അവിടെ ആ വീടുമായിട്ട്. അപ്പോൾ അവരെല്ലാം താഴെ, ഞങ്ങൾ മേളത്തെ നിലയാണ്. അവരുടെ കണ്ണിൽ ഉണ്ണിയായിരുന്നു പാർവതി. അപ്പോൾ അവരുമായിട്ട് അത്ര ഒരു ആത്മബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ടെറസിൽ വെച്ചിട്ട് അവരെല്ലാം ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുത്തിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേ അന്നൊരു പാർവതിക്ക് ഒരു പച്ച പട്ട് പാവാടയും ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് അത് തന്നെ അവൾ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവളുടെ ആ ചെറിയ ചെറിയ സ്നാക്സ്, കേക്ക്, അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു സിമ്പിൾ ഒരു അഫയറായിട്ട് നടത്തി. ഫസ്റ്റ് ബർത്ത്ഡേ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടാണ് നടത്തിയത്. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ നിന്ന് താമസം മാറിയല്ലോ. അമ്മയും അച്ഛനും എല്ലാം ലോ അക്കാഡമിയുടെ ക്യാമ്പസിനകത്ത് ക്വാർട്ടേഴ്സിലേക്ക് മാറുമായിരുന്നു. എനിക്ക് ഈ വീട് തന്നിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ ഈ വീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അത് കാരണം ഞങ്ങൾ ആകെ 3 മെമ്പേഴ്സല്ലേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ. മോനായിട്ടില്ല. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ താമസിക്കുന്നു. അപ്സ്റ്റേഴ്സ് ഞങ്ങൾ റെൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമായല്ലോ. അപ്പോൾ അപ്സ്റ്റേഴ്സിൻ്റെ വാടകയാണ് ഞങ്ങളുടെ ഒരു പ്രധാന ഇൻകം. അപ്പോൾ അതൊരു മേജർ ഇൻകം തന്നെയായിരുന്നു, സോഴ്സ് ഓഫ് ഇൻകം. അതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ പേരുകൂടെ പോയതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ദിവസമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം പാർവതിയെ അവിടെ കൊണ്ടാക്കാം, അമ്മയുടെ ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ക്ലാസ് എടുക്കാം. അല്ലാത്ത LLM ക്ലാസ്സിന് പോകുന്ന സമയത്ത് അപ്പോൾ തിരിച്ചായി. LLM ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മദറിലോട് അവിടെ കൊണ്ടാക്കിയിട്ട് പോകും. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോയി. അങ്ങനെ LLM കഴിഞ്ഞു. മോനെയും പ്രസവിച്ചു. അത് 2ാമത്തെ കുട്ടി മോനാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും സന്തോഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഫുൾ സ്കെയിലായിട്ട് കോളേജിൽ കുറച്ചുകൂടി നമ്പർ ഓഫ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ, നമ്പർ ഓഫ് അവേഴ്സൊക്കെ കൂടുന്നു. അങ്ങനെ ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ടീച്ചറായി മാറുന്നു. കോളേജ് അന്ന് ലെക്ചറേഴ്സ് എന്നാണ് പറയുന്നത്, ലെക്ചറർ നോട്ട് പ്രൊഫസർ. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. കയറി നോക്കാം, അന്ന് അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും അത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ലൈഫിലെ രസകരമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് പാർവതിയുടെ ഫോട്ടോ. അവളെ ഫസ്റ്റ് വയസ്സ് കഴിഞ്ഞപ്പോൾ കൊണ്ട് മുട്ടയടിച്ച് കംപ്ലീറ്റ് വഴിച്ചിറക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ റോട്ടറിയിൽ ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ടെല്ലാം മീറ്റ് ചെയ്യുന്നത്, എല്ലാവരുടെയും ബർത്ത്ഡേക്ക് എല്ലാ വീടുകളിലും ഞങ്ങളെല്ലാവരെയും വിളിക്കും. ഇവിടെയും അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഇത് എനിക്ക് തോന്നുന്നു 13 ഇയേഴ്സ് ആവുന്നവരെ, വിഷ്ണുവിന് 13 ഇയേഴ്സ് ആവുന്നവരെ എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു, പാർവതിയുടെയും വിഷ്ണുവിൻ്റെ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരും. അവരുടെ സമപ്രായക്കാരെ കുറേ കുട്ടികളുണ്ട്. അവരായിട്ട് ഇങ്ങനെ കുറേ ബർത്ത്ഡേ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറും ഒക്കെ ബൈ ദ ടൈം മാറിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും രസകരമായ കാര്യം ഞാൻ ഇങ്ങനെ ഇരുന്ന ആളിനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, ഈ ഫോട്ടോസ് കാണുമ്പോൾ അറിയാം. പിന്നെ ഒരു ഭയങ്കര കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. മോൻ്റെ പ്രസവത്തോടു കൂടി എനിക്ക് വളരെ നിർബന്ധമായിരുന്നു ഞാൻ വണ്ണം വെക്കണം എന്നുള്ള കാര്യം. എനിക്കൊരു കോംപ്ലക്സ് ആയിപ്പോയി. കാരണം ഞാൻ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് നാണക്കേട്, എനിക്ക് ആൾക്കാരെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്തു. എനിക്ക് വണ്ണമില്ല. കാര്യം ഹസ്ബൻഡിന് നല്ല പൊക്കവും സൈസൊക്കെ ഉണ്ടായി. അപ്പോഴത്തേക്കും ഞാൻ മാത്രം ഇങ്ങനെ നെത്തോലി പോലെ ഇരിക്കുന്നു. നെത്തോലിയല്ല, അതിലും മോശമായ കണ്ടീഷൻ. അപ്പോൾ എനിക്ക് വണ്ണം വെക്കണം. അപ്പോൾ വാശിയോടുകൂടി ആ സമയത്ത് വണ്ണം വെക്കണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ പ്രസവിച്ച കഴിഞ്ഞാൽ മാത്രമേ വണ്ണം വയ്ക്കുള്ളൂ. അങ്ങനെ ആ പ്രസവത്തോടു കൂടി ഞാൻ 3 മാസവും കംപ്ലീറ്റ് കിടന്ന് ചികിത്സ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെയും എല്ലാ സഹായത്തും. അപ്പം മദർ ഇവിടെ വന്ന് നിന്നാണ് എന്നെ നോക്കിയത്. ആ സമയത്ത് പേരുകൂടെ ഇവിടെ 3 മന്ത്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ സഹായിച്ച് ഈ 90 ദിവസവും തേച്ച് കുളിച്ച്, എന്താ പറയുക, വേദ വെള്ളത്തിലൊക്കെ കുളിച്ച്, കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച്, ധാരാളമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, നല്ല ഭക്ഷണം കഴിച്ച് യു വോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ മോനെ കൺസീവ് ചെയ്യുമ്പോൾ എനിക്ക് 46 കിലോ ഉള്ളൂ എൻ്റെ വെയിറ്റ്. അത്രയ്ക്ക് കുറഞ്ഞു. കല്യാണം കഴിക്കുമ്പോൾ ഒരു 52 കിലോ 51 കിലോ മറ്റുണ്ടായിരുന്നു. പക്ഷേ മോനെ ഗർഭമായിരുന്ന സമയത്ത് 46 കിലോ ആയിട്ട് ചുരുങ്ങി. അപ്പോൾ പ്രസവ സമയമൊക്കെ ആയപ്പോൾ ഏതാണ്ട് 52 കിലോ ആയിട്ടുണ്ടാകാം, കുഞ്ഞിൻ്റെ വെയിറ്റും കൂടെ ചേർത്തിട്ട്. പക്ഷേ ആഫ്റ്റർ ഡെലിവറി 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വെയിറ്റ് 75 കിലോ ആയിരുന്നു. അത്രയ്ക്ക് ഞാനൊരു ഹാർഡ് വർക്ക് ചെയ്തു.
ഞാൻ ഡിറ്റർമിനേഷനായിരുന്നു എൻ്റെ ഭയങ്കര ഡിറ്റർമിനേഷനായിരുന്നു വണ്ണം വയ്ക്കുക എന്നുള്ളത്. അത് സാധിച്ചെടുത്തു. അത് കഴിഞ്ഞ് ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞുള്ള എൻ്റെ എല്ലാ ഫോട്ടോസും, ഇത് ഞാൻ വണ്ണം വെച്ച് തുടങ്ങിയ സ്റ്റേജിലുള്ളതാണ്. പാർവതിയും വിഷ്ണുവും ഞാനും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറേ ഫോട്ടോസ് ഞങ്ങൾ വിഷ്ണുവിൻ്റെ നൂലുകെട്ടിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇതിനകത്തുണ്ട്. ഇത് കുറേ ഗുഡ് മൂമെൻറ്റ്സ്. മോൻ്റെ നൂലുകെട്ട്, അത് പാർവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് സൈഡിലൊക്കെ ഇരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് കാണാമല്ലോ. അവനിവിടെ തന്നെയാണ് നൂലുകെട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർവതിക്ക് ചോറ് കൊടുത്തത് വെഞ്ചൂരുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ്, അത്യരമഠം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രത്തിൽ. പിന്നെ വിഷ്ണുവിൻ്റെ ചോറാണ് വീട്ടിൽ തന്നെയായിരുന്നു, ബോച്ചേട്ടൻ തന്നെ ചോറ് കൊടുത്തത്. ഞാൻ ചോറുണ്ട് എവിടെയാണെന്ന് അറിയാമോ? എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ ചോറ് കൊടുത്തത് ചോമല്ലൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് എനിക്ക് ചോറ് തന്നത്. അത് വലിയ ഐശ്വര്യമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും മനസ്സിലായിരിക്കും. ഭഗവാന്റെ കടാക്ഷം, എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഓരോരോ ഫംഗ്ഷൻ, ബൈ ദ ടൈം റോട്ടറിയിൽ കുറേ ഫംഗ്ഷൻസിന് അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഇതിൽ ഞാൻ ബംഗാളി, ഒരു ടാബ്ലോ പോലെ എന്തോ ആയിരുന്നു, ഞാൻ ബംഗാളി ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്. അതാണ് ഈ വേഷത്തിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റോട്ടറിയിൽ ഞങ്ങൾക്ക് കുറേ നല്ല ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവരുടെ എല്ലാ ഫോട്ടോസാണ് ഇത്. പേഴ്സി, ഷെല്ലി, സുധാകർ റാവു, പിന്നെന്താ PV ജോർജ്, ലെഫ്രോയും വലിയ ഫ്രണ്ടായിരുന്നു. ലെഫ്രോയുടെ സിസ്റ്ററാണ് ശോഭ ജേക്കബ്, എൻ്റെ കൂടെ പഠിച്ചത്. പിന്നെ പ്രശാന്ത് RKB, ഇത് പ്രസാദ്, വിശ്വനാഥ് ആർക്കിടെക്റ്റ്, ഇവരെല്ലാം. ഞങ്ങൾക്കൊരു റോട്ടറി കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കൊടൈക്കനാൽ. അതിന് ആ യാത്രയിൽ പോയപ്പോൾ എന്നെ കൂടി ബോച്ചേട്ടൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്തെ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ വണ്ണം വെച്ച് നല്ല ചബ്ബി ആയതിനു ശേഷമുള്ള കുറേ ഫോട്ടോസുണ്ട്. അപ്പോൾ ഇതെല്ലാം അനില, മാത്യുവിൻ്റെ വൈഫാണ്. പിന്നെ ഈ പിള്ളേർ രണ്ടും കുറച്ച് വലുതായി തുടങ്ങി. പാർവതിയും വിഷ്ണുവും എപ്പോഴും ഗുസ്തി, ബഹളം, ഭയങ്കര സ്നേഹമാണ്, ബഹളം. അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ കിച്ചൺ, പഴയ കിച്ചണാണിത്. അവിടെ ഒരു ഗ്രൈൻഡറിനകത്തൊക്കെ കയറിയിരിക്കുന്നത്. സോപ്പട പണ്ടേ കയറുക. ഇത് ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ, പിള്ളേർ പോയി തുടങ്ങി. ഇത് കൊടൈക്കനാലിലെ കുറേ ഫോട്ടോസാണ്. ഞാനും ബോച്ചേട്ടനും ഞങ്ങൾ വേറൊരു ട്രിപ്പ് കൊടൈക്കനാലിൽ പോയത് പിള്ളേരുമായിട്ട്. ഞങ്ങൾ കുറേ അത് കഴിഞ്ഞ് കുറേ ട്രിപ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊന്മുടി, മൂന്നാർ, കൊടൈക്കനാൽ മുതലായ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തതിൻ്റെ കുറേ പിക്ചേഴ്സ്. കുട്ടികൾ കുറച്ച് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ പല പല സ്റ്റേജസിൽ. പിന്നെ എൻ്റെ ഫാദർ-ലോ, മദർ-ലോയും പിള്ളേരൊക്കെ ഇച്ചിരി വലുതായി കഴിഞ്ഞിട്ട് അവർ ഭയങ്കര അറ്റാച്ച്ഡാണ് ഇൻലോസുമായിട്ടൊക്കെ. പിന്നെ ഇവരുടെ ഓരോ ബർത്ത്ഡേ ഫോട്ടോസ്, ഇങ്ങനെ കുറേ പിക്ചേഴ്സ് ഓഫ് ദ ബർത്ത്ഡേസ്, ഞങ്ങളുടെ സോഷ്യലൈസിങ്ങും, പിന്നെ ഞങ്ങളുടെ യാത്രകൾ, പിന്നെ ഞങ്ങളുടെ ബാക്കി യാത്രകളും കാര്യങ്ങളും. പിന്നെ ദുബായ് ഫസ്റ്റ് ഞാനും പോയിച്ചോണ്ടും ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകുന്നത് ദുബായിലേക്കാണ്. ഫസ്റ്റ് ഇന്ത്യ വിട്ടൊരു ട്രിപ്പ്. അത് ദുബായിലെ ആദ്യത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. അന്ന് മേടിച്ച സാധനങ്ങളാണ് ഇപ്പോഴും ഇവിടെ പലതും ഉപയോഗിക്കുന്നത്. AC ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോവേവ് ഉപയോഗിക്കുന്നതൊക്കെ അന്ന് മേടിച്ചിട്ട് വന്നതാണ്. അന്ന് പിള്ളേരെ ഒന്നും കൊണ്ടുപോയില്ല, ഞങ്ങൾ മാത്രം. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെല്ലാം ഞങ്ങളവിടെ ദുബായിൽ ഫസ്റ്റ് ട്രിപ്പ് ഇൻ ദുബായ്. അപ്പോൾ ആ ദുബായ് യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നല്ലൊരു എന്താ പറയുക ഫാമിലി ഫ്രണ്ട്സാണ് ശങ്കറും അമ്പിളി. അവരുടെ വീട്ടിൽ താമസിക്കുന്നു. പിന്നെ ബൂച്ചേട്ടൻ്റെ തന്നെ ഒരു കസിൻ ബ്രദർ, അതായത് കുഞ്ഞമ്മയുടെ മകൻ കിച്ചു അപ്പോൾ ദുബായിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കറങ്ങാനൊക്കെ വരുന്നു. അങ്ങനെ നല്ലൊരു എൻജോയബിൾ ട്രിപ്പായിരുന്നു ആ ഒരു ദുബായ് ട്രിപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോയി. അത് ഞങ്ങൾ സിംഗപ്പൂർ, മലേഷ്യ വിത്ത് ക്രൂയിസ്. അതിൽ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ട്, അത് ഭയങ്കര എൻജോയബിൾ ട്രിപ്പായിരുന്നു, ലോങ് ട്രിപ്പ്. അതിൻ്റെ കുറേ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ബർത്ത്ഡേക്ക് അവന് സൂട്ട് ഇടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂട്ട് ഇട്ടിട്ടൊരു ബർത്ത്ഡേ. പിന്നെ ഒരു പ്രാവശ്യം നെഹ്റു കോട്ട് പോലെ ഇട്ടിട്ട് അത് വേണം, കുർത്തി, ആ ടൈപ്പ്.
പിള്ളേരുടെ എല്ലാ കോമാളിത്തരത്തിലും എല്ലാ ആഗ്രഹങ്ങൾക്കും ഞങ്ങൾ സപ്പോർട്ടീവായിരുന്നു. ഞാനങ്ങനെ പിള്ളേരെ അങ്ങനെ അടിച്ച് വളർത്തിയ ആളൊന്നുമല്ല, അടിയും പിടിയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരുമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ അവരുടെ ഇഷ്ടത്തിൻ്റെയാണ് കൂടുതലും. അവരുടെ പഠിത്തം കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള ഒരു റെസ്പോൺസിബിളായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. കാര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ വേണ്ട സപ്പോർട്ട് സിസ്റ്റം, എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ട്യൂഷൻസൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഫാമിലി ലൈഫുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ പഠിത്തം, കോളേജിൽ പോവും, പഠിപ്പിക്കാൻ വരും, പിന്നെ പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു, കോളേജ്, വീട്ടുകാര്യങ്ങൾ. അപ്പോഴൊന്നും എൻ്റെ കരിയർ എന്താ പറയുക, എൻ്റെ കേറ്ററിംഗ് കരിയർ തുടങ്ങിയിട്ടില്ല. കേറ്ററിംഗ് കരിയറിനെ കുറിച്ചും തുടങ്ങുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. മോൻ ജനിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കേറ്ററിങ്ങിൻ്റെ കരിയർ തുടങ്ങുന്നത്. ബൈ ദ ടൈം കോളേജിലെ ജോലി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വീട്ടുകാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫോർമേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാചക മേഖലയിലേക്ക് കടന്നു കയറുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എൻ്റെ കേറ്ററിംഗ് എന്നുള്ള കാര്യം. അത് എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു ആ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ടെലിവിഷൻ ജേണിയുണ്ട്, പിന്നെ ടെലിവിഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോകുന്ന കാഴ്ചകൾ. അപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും വേറെ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം വിശേഷങ്ങൾ, എൻ്റെ കേറ്ററിംഗ് ജേണി, ആ കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അത് ഇന്നത്തേക്ക് ഒരുപാടായി. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നതാണ് വലിയ സന്തോഷം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മഴയാണ് വൈകുന്നേരം ആകുമ്പോൾ. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു ദിവസമാണ്, പക്ഷേ ഇവിടെ മൈനയൊക്കെ വന്നിരിക്കും, നല്ല രസമുണ്ട്. അപ്പോൾ നല്ല കാറ്റ്. ഇപ്പോൾ സൺസെറ്റ് ആയില്ല, പക്ഷേ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ ആകും. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ഇത് തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചില്ലേ, അപ്പോൾ സന്തോഷം. നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിൽ താങ്ക് യു സോ മച്ച്. ഇതുവരെയുള്ള എൻ്റെ ലൈഫ് ജേണി ഓഫ് മൈ ലൈഫിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ നിങ്ങൾ ഹൃദയത്തിലേറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാര്യം അത്രയ്ക്ക് നല്ല കമൻസാണ് കാണുന്നത്, ഇഷ്ടംപോലെ കമൻസും വ്യൂസും ഒക്കെ കിട്ടിയ വീഡിയോസാണത്. എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ജേണി തീർന്നിട്ടില്ലല്ലോ, ഇനിയുമുണ്ട്, കുറേ വിശേഷങ്ങളും കൂടി പങ്കിടാറുണ്ട്. അതെല്ലാം ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞു തരാം. അപ്പോൾ സൺഡേസാണ് ഞാനിപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അടുത്ത സൺഡേ ആകാം. അപ്പോൾ അതുവരെ